ഹായ് ഹലോ ദേ ഇങ്ങോട്ടും നോക്കി. അപ്പോൾ എന്തായി എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വിഷു ഒരുക്കങ്ങൾ ഇതാ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇത് നെയ്യപ്പം ഉണ്ടാക്കുകയാണ്. ഇവിടെയൊക്കെ വിഷുവിൻ്റെ തലേ ദിവസം, അതായത് നാളെയാണല്ലോ വിഷു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കും. ചിലപ്പോൾ അട പുഴുങ്ങുമാവും, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും, നെയ്യപ്പം ഉണ്ടാക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നെയ്യപ്പാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ നീട്ട് വരുമ്പോൾ തന്നെ അമ്മ ഏകദേശം നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് അവിടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടുകളിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊടുക്കും. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ നേരിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പം അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വല്ല ഇതുണ്ടോ, ഇങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ ഇങ്ങനെ മധുരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക? ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില നാട്ടിലൊക്കെ വിഷു അട ഉണ്ടാക്കുമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നെയ്യപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അമ്മ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അത്യാവശ്യം നമ്മൾ നെയ്യപ്പമൊക്കെ ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലാസ്റ്റത്തെ മാത്രം ചിരി ഒന്ന് കരിഞ്ഞു പോയി, ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്തുള്ള വീടുകളിലും നമ്മുടെ കസിൻസിനൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഇനി രാവിലത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ചായ കുടിക്കാം. അപ്പോൾ ഒന്ന് ദോശയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദോശ എടുത്തിട്ടുണ്ട്. ദോശയ്ക്ക് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ ചമ്മന്തി, നമ്മൾ തേങ്ങയും ഉള്ളിയും നാളികേരമൊക്കെ ഇട്ടിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തരയ്ക്കുന്ന ഈ ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ 2 നെയ്യപ്പം കൂടി ഇടിക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊരു വഴിക്ക് പോവല്ലേ അല്ലേ. നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റിലാണ് നെയ്യപ്പമായിട്ടുണ്ട്. അത് എടുത്ത് പറയണം. കാരണം എന്താ പറയുക, ചില സമയത്ത് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളു ഭയങ്കര കനായിട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിന് കോമ്പിനേഷൻ നല്ല ചൂട് കട്ടൻ ചായയും കൂടിയിട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവരുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എന്തായി, അപ്പോൾ എല്ലാവരും ഒന്ന് പറയണേ കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ദോശയും ചമ്മന്തിയും നമ്മുടെ നെയ്യപ്പമൊക്കെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ രാവിലത്തെ ചായ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.